കേരളത്തിലെ ഒരു കോൺഗ്രസ് എം.എൽ.എ വലിയ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നേരത്തെ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസിൽ അറസ്റ്റിലായത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഉടനടി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനായത്. എങ്കിലും എം.എൽ.എ ആയിരിക്കെ രാഹുൽ കാണിച്ച വൃത്തികേടുകൾ പാർട്ടിയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തീപ്പൊരി നേതാവായിരുന്ന രാഹുലിന്റെ പതനം പാർട്ടിക്ക് ഇന്നും വലിയ നഷ്ടവുമാണ്. രാഹുലിൽ തീർന്നില്ല പാലക്കാട്ടെ കോൺഗ്രസിന്റെ നാണക്കേട്. നഗരസഭാ കൗൺസിലറായിരുന്ന പ്രശോഭ് വത്സൻ ബലാത്സംഗ കേസിൽ അടുത്തിടെ അറസ്റ്റിലാവുകയും കൗൺസിലർ സ്ഥാനം തന്നെ നഷ്ടമാവുകയും ചെയ്തു. രാഹുൽ വിവാദങ്ങളിൽ പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വന്നു. സിനിമാ മേഖലയിലെ കോൺഗ്രസ് സഹയാത്രികനായ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായി എത്തി മണ്ഡലം കോൺഗ്രസിനായി നിലനിർത്തി. ഇപ്പോൾ പിഷാരടിയും ഒരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. അടുത്തിടെ താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി കൺവീനറായി പിഷാരടിയെ നിയമിച്ചിരുന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി കഴിഞ്ഞ മാസം നടന്ന ജനറൽ ബോഡി യോഗത്തിൽ രാജിവെച്ചൊഴിഞ്ഞതോടെയായിരുന്നു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. സംഘടനയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് പിഷാരടി ചുമതലയേറ്റതിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ശ്വേത ഉൾപ്പെടെയുള്ളവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ ശ്വേത കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. അതിനു മുന്നോടിയായി പിഷാരടി താനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ശ്വേത പുറത്തുവിടുകയും ചെയ്തു. അഡ്ഹോക് കമ്മിറ്റിയിൽ കടിച്ചു തൂങ്ങാൻ താനില്ലെന്നും എന്നാൽ വ്യക്തിപരമായ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടത് തന്നെ വേദനിപ്പിച്ചുവെന്നുമാണ് പിഷാരടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. ഓഡിയോ പുറത്തുവിട്ട ശ്വേതയുടെ നടപടിയെ എതിർചേരിയിലുള്ള നടിമാർ ഉൾപ്പെടെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഒരാളെ വിശ്വസിച്ച് ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിട്ടത് വിശ്വാസവഞ്ചനയെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ ഓഡിയോ ഇപ്പോൾ രമേശ് പിഷാരടിക്ക് വലിയ കുരുക്കായിരിക്കുകയാണ്. ശ്വേതയുമായുള്ള സംഭാഷണത്തിന്റെ തുടക്കത്തിൽ അശ്ലീലകരമായ ചില കാര്യങ്ങളാണ് പിഷാരടി പറയുന്നത്. ഏറ്റവും അടുത്ത സുഹൃത്തെന്ന നിലയിലാകാം പിഷാരടി ശ്വേതയോട് അങ്ങനെ സംസാരിച്ചത്. അത് പുറത്തു വന്നിരുന്നില്ലെങ്കിൽ ശ്വേതയ്ക്ക് പരാതി ഇല്ലാതിരിക്കുകയും ചെയ്താൽ പ്രശ്നമാകേണ്ട കാര്യമേ അല്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ശ്വേത തന്നെ ഓഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ കൂടി പുറത്തറിയണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാകും ശ്വേത ഓഡിയോ പുറത്തുവിട്ടത് എന്നതിൽ സംശയമില്ല. ഇതോടെ ആകെ പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് എം.എൽ.എ. വിഷയത്തിൽ പിഷാരടിക്കെതിരെ ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. CPM ഉൾപ്പെടെ ഇത് ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി കൂടിയായ ഒരാൾ സ്ത്രീകളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുന്നു. വിഷയം ഇപ്പോൾ കോൺഗ്രസിനും തലവേദനയായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് യഥാർത്ഥ പകരക്കാരനെ തന്നെയാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് CPM പരിഹസിക്കുന്നത്. താരസംഘടനയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന തമ്മിലടിയുടെ ബാക്കി പത്രമായാണ് ഓഡിയോ പുറത്തുവിട്ടതിനെ ഒരു വിഭാഗം കാണുന്നത്. ഓഡിയോയിൽ സംഘടനയിലെ അഴിമതി ഉൾപ്പെടെ പല കാര്യങ്ങളും ശ്വേത പിഷാരടിയോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ശരിവെച്ചുകൊണ്ടാണ് പിഷാരടി മറുപടി പറയുന്നതും. ആദ്യഘട്ടത്തിൽ ഇതായിരുന്നു വാർത്തയായത്. എന്നാൽ അശ്ലീല സംസാരത്തിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ കോൺഗ്രസും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാർട്ടി MLA ആയതുകൊണ്ട് തന്നെ വിഷയത്തിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരുമെന്നതിൽ സംശയമില്ല. നേരത്തെ നടി അൻസിബ രമേശ് പിഷാരടിക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. നടൻ ടിനി ടോമുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തെറ്റു ചെയ്യാത്ത തന്നോട് മാപ്പ് പറയാനാണ് രമേശ് പിഷാരടി ആവശ്യപ്പെട്ടതെന്നായിരുന്നു അൻസിബയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും പുതിയ സംഭവവികാസങ്ങളോടെ താരസംഘടനയിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്.